കാർപ്പറ്റ് ഉൽപാദനത്തിന് പേരുകേട്ട രാജസ്ഥാനിലെ ബിക്കാനീറിലെ കമ്പിളി കാർപ്പറ്റ് വ്യവസായം ഇന്ന് വലിയ തകർച്ച നേരിടുകയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് തുർക്കിയിൽ നിന്ന് വില കുറഞ്ഞതും യന്ത്രനിർമ്മിതവുമായ കാർപ്പറ്റുകൾ വലിയ തോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയതാണ് ഇതിന് കാരണം. 2 ലക്ഷത്തിലധികം പേർക്ക് തൊഴിൽ നൽകുകയും പ്രതിവർഷം 2500 കോടി രൂപയിലധികം വിറ്റുവരവ് ഉണ്ടാക്കുകയും ചെയ്യുന്ന രാജ്യത്തെ പ്രാദേശിക കാർപ്പറ്റ് നിർമ്മാതാക്കളെ ഇറക്കുമതിയിലെ ഈ കുതിച്ചുചാട്ടം സാരമായി ബാധിച്ചു. ബിക്കാനീറിന്റെ സമീപ നഗരങ്ങളായ സിക്കാർ, ജോധ്പൂർ, ബീവാർ എന്നിവയും രാജസ്ഥാന്റെ കമ്പിളി വ്യവസായത്തെ നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നവയാണ്. പ്രാദേശിക ഉൽപാദനം ശക്തമായി നിലനിന്നിട്ടുകൂടി ഇന്ത്യൻ വിപണികളിൽ തുർക്കിയിൽ നിന്നുള്ള യന്ത്രനിർമ്മിത കാർപ്പറ്റുകൾ ആധിപത്യം സ്ഥാപിക്കുകയാണ്. ഇത് ആഭ്യന്തര ഉൽപാദകരിൽ വലിയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. टर्की से कारपेट का, मशीन मेड कारपेट का बहुत आयात होता था। वो कारपेट यहाँ पे बिक रहा था। अगर इंपोर्ट पे बैन लगेगा तो हमारे देश के लोगों को फायदा होगा। इंपोर्ट कम हो, यहाँ के लोगों को रोजगार मिले, यहाँ का प्रोडक्ट ज़्यादा बिकेगा लोकल मार्केट में। പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയുണ്ടായ സംഘർഷങ്ങളിൽ തുർക്കി പാകിസ്ഥാനെ പിന്തുണച്ചതു കാരണം തുർക്കി നിർമ്മിത ഉൽപ്പന്നങ്ങളും തുർക്കിയിലേക്കുള്ള ടൂറിസവും ബഹിഷ്കരിക്കാൻ ഇന്ത്യയിലുടനീളം ആഹ്വാനമുണ്ടായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെയും മാറിക്കൊണ്ടിരിക്കുന്ന ഈ ജിയോ പൊളിറ്റിക്കൽ സാഹചര്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ കാർപ്പറ്റ് ഉൽപാദന വിപണന രംഗത്തെ നഷ്ടപ്പെട്ട സ്ഥാനം വീണ്ടെടുക്കാൻ ഇന്ത്യയിലെ പ്രാദേശിക സംരംഭകർക്ക് ഒരവസരം ലഭിച്ചിരിക്കുകയാണ്. തുർക്കിയിൽ നിന്നുള്ള കാർപ്പറ്റ് ഇറക്കുമതി നിയന്ത്രിക്കുന്നത് ഇന്ത്യൻ നിർമ്മിത കാർപ്പറ്റുകൾക്ക് പ്രാദേശിക വിപണിയിലെ ഡിമാൻഡ് വർദ്ധിക്കാൻ സഹായിക്കുമെന്നാണ് ഇൻഡസ്ട്രി സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ വാദം. तुर्की के जो आयातित कारपेट है उनका पूर्ण रूप से उनको प्रतिबंध करे। वो सस्ते हैं क्योंकि तुर्की की एक सरकार ने उनको बहुत ज्यादा प्रोत्साहित किया। यदि सरकार इस समय पर आयात को मिनिमाइज करने के लिए तुर्की पर अगर प्रतिबंध लगाती है तो निश्चित रूप से बीकानेर और भारत के उद्यमी देश को एक नई दिशा में ले जाने के लिए पूरी तरीके से कमर कसे हुए बैठे हैं।